2 മാസം വയോവന്ദന കാർഡുകൾ 25 ലക്ഷം ലഭ്യമാക്കിയത് 40 കോടിയുടെ ചികിത്സ. അപ്പോൾ വയോധികർക്ക് വരുമാന പരിധി ഇല്ലാതെ 5 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിക്ക് വൻ സ്വീകരണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 29 തുടക്കം കുറിച്ച ആയുഷ്മാൻ വയോവന്ദന കാർഡുകൾ 2 മാസത്തിനുള്ളിൽ 25 ലക്ഷം എന്ന നാഴികക്കല്ലിലെത്തി. അപ്പം ഒക്ടോബർ 29 ഇതിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഇത് 2 മാസം കൊണ്ട് 25 ലക്ഷം എന്ന നാഴികക്കല്ലിൽ എത്തിയിരിക്കുകയാണ്. 70 വയസ്സും കൂടുതലുള്ളവർക്കും 40 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കി കഴിഞ്ഞു. അപ്പൊ 70 വയസ്സും അതിൽ കൂടുതലുള്ളവർക്കും 40 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ലഭ്യമാക്കിയത്. കൊറോണറി ആർജിയോപ്ലാസ്റ്റി, ഇടുപ്പൊടിവ് മാറ്റിവെക്കൽ, പിത്തസഞ്ചി നീക്കം ചെയ്യൽ, തിമിര ശസ്ത്രക്രിയ, പ്രോസ്റ്റേറ്റ് റിസെക്ഷൻ, പക്ഷാഘാതം, ഹീമോ ഡയാലിസിസ്, എൻഡറിക് ഫീവർ, ജ്വര സംബന്ധമായ മറ്റു രോഗങ്ങൾ തുടങ്ങിയവയ്ക്കാണ് മുതിർന്ന പൗരന്മാർ ചികിത്സ തേടിയത്. ഇതിനകം പദ്ധതിയുടെ കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം വരെ അധിക ടോപ്പ് പരിരക്ഷയും ലഭിക്കും. അപ്പൊ കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതി, എക്സ് സർവീസ് മെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി, ആയുഷ്മാൻ, കേന്ദ്ര സായുധ പോലീസ് സേന എന്നിവരുൾപ്പെടെ വിവിധ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള പദ്ധതികളിൽ എന്തെങ്കിലും ഒന്നോ അതിലധികമോ ആയുഷ്മാൻ ഭാരതോ തിരഞ്ഞെടുക്കാം. അപ്പൊ ഇത്തരത്തില് പ്രായമായവർക്ക്, അപ്പൊ 70 വയസ്സിൽ കൂടുതലുള്ളവർക്ക് അധികമായിട്ടുള്ള ചികിത്സ നൽകുന്നത്. അപ്പൊ അവർക്ക് ഒരുപാട് പൈസ ഒന്നും ഇല്ലാത്തവരാണ്. ഇപ്പൊ 5 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണിത്. അപ്പൊ എന്താണല്ലോ ഇത് 2 മാസത്തിനുള്ളിൽ 25 ലക്ഷം എന്ന നാഴികക്കല്ലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണല്ലോ അത് കുറെ ആൾക്കാരൊക്കെ ചെയ്തു തോന്നുന്നു. കുറെ പേർക്ക് ആയുഷ്മാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി എന്തുവാ. അപ്പൊ അത് 70 വയസ്സിന് ശേഷം എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി ഉള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. കാര്യം 5 ലക്ഷം രൂപയോളം കിട്ടുമല്ലോ. ഇപ്പൊ ശസ്ത്രക്രിയ എല്ലാവർക്കും പ്രായമായി കഴിഞ്ഞാൽ കണ്ണിന് തിമിരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സൗജന്യമായിട്ട് അങ്ങനത്തെ ശസ്ത്രക്രിയയൊക്കെ ഇത്തരം ഫണ്ട് ഉപയോഗിച്ച് ചില ആശുപത്രികളൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആശുപത്രിയിൽ നടക്കും എന്നുള്ള രീതിക്ക്. അപ്പം അത് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു പദ്ധതി തന്നെയാണ്. ഇതിന് രജിസ്ട്രേഷൻ ആയിട്ട് പട്ടികയിലെ അടുത്തുള്ള ആശുപത്രികളിൽ സമീപിക്കാം. സ്വയം രജിസ്ട്രേഷൻ യോഗ്യതയുള്ള പൗരന്മാർക്ക് ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ www.beneficiary.nha.government.in സന്ദർശിക്കാം. ആയുഷ്മാൻ വയോവന്ദന കാർഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 14555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ, പിന്നെ ഒരു നമ്പർ എന്ന ഈ നമ്പറിൽ മിസ്ഡ് കോൾ നൽകുകയോ ചെയ്യാം. അപ്പൊ ജന്മഭൂമി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ അതുപോലെ രജിസ്ട്രേഷൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാം. അതെ, ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉപയോഗിക്കുക നല്ലതായിരിക്കും.